ഞാൻ ഏജന്റാണ്, ഞാൻ ഇതല്ലെങ്കിൽ വേറെ നല്ല കോളേജുകളുണ്ട് എന്നും പറഞ്ഞു നിങ്ങളുടെ അടുത്ത് വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ആൾക്കാർ ഞാൻ എഴുതിട്ട് താഴെ ഒരു കമന്റ് ഇടുന്നു. എൻ്റെ പുണ്യാത്മാക്കളെ നമോവാകം. എന്തറിഞ്ഞിട്ടാ നിങ്ങൾ ഇത് പറയുന്നത്? എന്തെങ്കിലും അറിയാവോ? ചരിത്രം പറഞ്ഞു തരാം. നേരത്തെ വാപ്സി വെൽഫെയർ അസോസിയേഷൻ ഓഫ് പ്രൊഫഷണൽ സ്കോളേഴ്സ് ഇൻ ഇന്ത്യ എന്ന സംഘടന മുമ്പ് AMSSK അസോസിയേഷൻ ഓഫ് മലയാളി സ്റ്റുഡൻസ് സ്റ്റഡി ഇൻ കർണാടക 2008 സ്ഥാപിച്ച ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് ചെറിയ 1-2 പ്രവർത്തനം ഞാൻ ഏജന്റാന്ന് പറയുന്നവർക്ക് അവരോട് പറയാൻ വേണ്ടി മാത്രം കേരള ഹൈക്കോടതിയുടെ വെബ്സൈറ്റിൽ കാണും 12618/2010 ഒരു പെറ്റീഷൻ കൊടുത്തതാണ്. എന്താണെന്നറിയാവോ? കേരളത്തിലെ ഏജന്റുമാരെ നിയന്ത്രിക്കാൻ നിയമം കൊണ്ടുവരണം. അന്ന് കോടതി എന്റെ വാദം കേട്ട് ന്യായമായെന്ന് കണ്ട് അന്നത്തെ സർക്കാരിനോട് പറഞ്ഞു നിയമം കൊണ്ടുവരാൻ. സർക്കാർ കൊണ്ടുവന്നില്ല. പിന്നെ 10 വർഷം അതിന്റെ പുറകെ എഴുത്തുകൂത്തുമായിട്ട് നടന്നില്ല, ഒന്നും സംഭവിച്ചില്ല. വീണ്ടും 2022 ഒരു റിട്ട് പെറ്റീഷൻ വീണ്ടും കയറി 31,934/2022. അന്നും കേരള ഹൈക്കോടതി കേരള സർക്കാരിന് നിയമം കൊണ്ടുവരാൻ സർക്കാർ കണ്ണുടച്ചിരുന്നു. ഞാൻ വീണ്ടും കുറെ നാളുകൾക്ക് ശേഷം സംഘടനയുടെ ആൾക്കാരെയും കൊണ്ട് തിരുവനന്തപുരം സെക്രട്ടറിന്റെ മുമ്പിൽ സമരം ചെയ്തു. അതിന്റെ ഭാഗമായിട്ട് സർക്കാർ ഉത്തരവിറക്കി. കേരള ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ ചുമതലപ്പെടുത്തി ഈ ഒരു നിയമത്തിന്റെ കാർഡ് രൂപരേഖ തയ്യാറാക്കാൻ. ഈ രൂപരേഖ തയ്യാറാക്കി കൈവച്ചുകൊണ്ടിരുന്നു. എടുത്ത് അസംബ്ലി വെച്ച് പാസ്സാക്കിയാൽ മതി. പാസ്സാക്കിയില്ല. എന്താണെന്ന് അറിയില്ല. വീണ്ടും ഈ മന്ത്രിസഭയുടെ അവസാനത്തെ അസംബ്ലിയുടെ സമയത്ത് ഞാൻ നമ്മുടെ ബഹുമാനപ്പെട്ട മുൻ മന്ത്രി, നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ബിന്ദു മാഡത്തിനെ കാണാൻ ഞാൻ വീണ്ടും പോയി. വീണ്ടും ഞാൻ പറഞ്ഞു നിയമം കൊണ്ടുവരണം. എന്തിനു വേണ്ടിയാ? എനിക്ക് വേണ്ടിയല്ലേ. എൻ്റെ മക്കളാരും പഠിക്കാനൊന്നുമില്ല. പക്ഷെ കേരള സമൂഹത്തിന് നന്മയ്ക്ക് വേണ്ടി 100 കണക്കിന് വിദ്യാർത്ഥികൾ ഇവിടുന്ന് അയൽ സംസ്ഥാനത്ത് പോയി പരിതാപകരമായി ഭാവി നശിപ്പിച്ച് പണവും നഷ്ടപ്പെട്ട് തിരിച്ചു വരികയാണ്. ഏതാണ്ട് 10,000 പരാതികളാണ് പെൻഡിങ് കിടക്കുന്നത്. ഒരു ആശ്വാസവും ഇല്ല. ജസ്റ്റിസ് ഡിനൈഡ് പറഞ്ഞു, ചെയ്യാമെന്ന് പറഞ്ഞു, അതും ചെയ്തില്ല. പിന്നെ ഞാൻ എന്നെ ചെയ്യണം? ഇനി അടുത്ത സർക്കാർ വരട്ടെ, അടുത്ത കോടതി പോകാം. ഇതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഒന്ന് മുമ്പോട്ട് വരിക. ഈ സംഘടനയെ നിങ്ങൾ അങ്ങ് ഏൽപ്പിക്കാം. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞ് എന്നിട്ടൊക്കെ ശേഷം കമന്റ് പ്രതികരിക്കുക. എന്താണെങ്കിലും ഇവിടെ ഒരു വിഷയവും ഇല്ല, ഒരു സങ്കടവും ഇല്ല. ഇതിനെക്കാട്ടിലും മുമ്പുള്ള തെറി കേട്ടതാ മുമ്പുണ്ടായിരുന്ന ചാനലിൽ. ഈ സംഘടനയെ പറ്റി വീണ്ടും കാര്യങ്ങൾ പറഞ്ഞു തരാം. താല്പര്യം ഉണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റൊക്കെ പറയുക. പുതിയ അപ്ഡേഷനുമായിട്ട് വീണ്ടും വരാം. നന്ദി, നമസ്കാരം.